ചെമ്പനിയിൽ വിധിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സ്നേഹമുള്ളത്, ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഈ പ്രിയപ്പെട്ട മകളെ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനകൾ സഹായിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ ദൈവത്തിൻ്റെ വലിയ കരുണ ലോകം മുഴുവനിലേക്കും എല്ലാ ആത്മാക്കളിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഈ മകളുടെ ആത്മാവിനുമുണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പ്രാർത്ഥനകളാണെന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ബാഗിലേക്ക് തള്ളി നിൽക്കും കേട്ടോ എല്ലാവരും. ബാക്കിൽ കൂടെ കറങ്ങി പോരെ. കേട്ടാ ടൈറ്റായി. അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ 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 അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ പരിഹാരമായി അങ്ങയുടെ വലതുവശത്തും ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ
കാണുന്നവരിൻ്റെ ബ്ലോക്കായി മഴ വരുന്നവർ കരുണയുടെ നിലനിർത്തണമേ നല്ല വലത്തു വലം ഭാഗേ കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം എൻസതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ മൃതനാം എന്നിൽ കയ്യേണം ജീവൻ നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി കിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ അവലംബം ജീവിക്കുന്നവരെ ദയാപൂർവം അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിലകുറിച്ചിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മറ്റുവരട്ടേതായി കബറടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട സ്വർഗ്ഗരാജ്യത്തിലേക്ക് സർവം മുട്ടുവിൻ വാതിൽ തുറക്കും എന്നോ നിന്റെ വ്യസന്നിധി ചേരാന നിന്നിലേക്ക് നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഈ ആത്മാവിന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു വഴി ആക്കി കൊടുക്കണേ. ടിപ്പു ആരും അവിടെ നിൽക്കരുത് കേട്ടാ. അതിലെ പുറത്തേക്ക് അതിലെ ചാവട്ടി അവിടെ ഒരു ഗ്യാപ്പാക്കി വളരെ സന്തോഷത്തോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയുമാണ് ഓരോ സമയവും ഞങ്ങളെ ഓരോരുത്തരെയും വരവേറ്റിട്ടുള്ളത്. 2 ആഴ്ച മുമ്പ് വീണ്ടും വിജയെ കാണാനായിട്ട് വന്നപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത്. അവരുടെ രോഗത്തെയും മരണത്തെയും ജീവിതത്തെയും ഒക്കെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന ഹൃദയത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. നിങ്ങളിങ്ങനെ പറഞ്ഞു അവിടെ വിശാലമായിട്ട് സ്മരിക്കുന്നു. ജീടാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കാ വിടും. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ളവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
പ്രവർത്തിക്കും മഹിമയുടെ വിധികളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ നല്ലവരൊത്തു വലംഭാഗേ. എന്നിട്ട് പുറത്തേക്ക് അതിലെ ആൾക്കാർ വരുന്നുണ്ട്. നൽകണമേ മൃതനായുസ് വായിക്കണമേ ദിവ്യ ശരീരവും അറിവോടുകൂടി ഉൾക്കൊണ്ടവരാം നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. കൽപ്പനയനുസരിച്ച് മരണവഴി ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതെല്ലാം വളരെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, ബന്ധുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ദുഃഖം അവതരിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ ആയിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് തൻ്റെ ദൈവം ഏൽപ്പിച്ച ഈ ജീവിതം ധന്യമാക്കി തീർത്ത് ഇന്ന് നമ്മോട് യാത്ര പറയുമ്പോൾ ഒരുപാട് നന്മകൾ ലോകത്തിന് ചെയ്തു പോയ വ്യക്തി. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെയും ക്രിസ്തുവിൻ്റെയും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും പ്രാർത്ഥനകളും അനുശോചനങ്ങളും കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും അറിയിക്കുകയാണ്. എനിക്ക് അധിക നാളത്തെ പരിചയമില്ല, 4 മാസമാണ്. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയ സമയത്ത് പല പ്രാവശ്യം വിജയം കാണുവാനായിട്ട് സാധിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു, വിശുദ്ധ കുർബാന നൽകുവാൻ സാധിച്ചു, പ്രസാദം കേൾക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാനിത് വളരെ ധന്യമായ നിമിഷമായി കാണുകയാണ്. എനിക്ക് ദൈവാനുഗ്രഹത്താൽ വിശുദ്ധ മദർ തെരേസയുടെ സംസ്കാര ശുശ്രൂഷയിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുക്കുവാൻ കിട്ടിയത് ഭാഗ്യം പോലെ തന്നെ ഒരു ഭാഗ്യപ്പെട്ട മരണത്തിലൂടെ സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ദൈവം അനുവദിച്ചതുപോലെയാണ് ഞാൻ കാണുക. ഒരു ഭാഗ്യപ്പെട്ട മരണം. ശരിക്കും ഒരുങ്ങി പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളും രോഗാവസ്ഥകളുമായി മനസ്സിലാക്കി പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന
വിജി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനത്തിലെ ഇന്നലെയും ഇന്നും സഭ ഇന്നലെയാണ് ആഘോഷിക്കുന്നത്. രാവിലെ പ്രാർത്ഥനയോടെ തന്റെ ജീവിതം ദൈവത്തിലേക്ക് നൽകുകയാണ്. പരിധിയില്ലാത്ത സ്നേഹവും പരാതികളില്ലാത്ത സഹനവുമാണ് വിജി തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. ഈ അവസരത്തിൽ ഒരു ഭാഗ്യപ്പെട്ട മരണം എന്ന് പറയുക ഒരുങ്ങി വരിക വിവാഹത്തോടെ സ്വീകരിച്ച് തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിച്ച് എല്ലാവരെയും കണ്ടു ദൈവത്തിന്റെ യാത്രയാകാൻ കഴിയുക ദൈവം അനുവദിക്കുന്നവർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പെട്ടെന്ന് ഒരു ആഗ്രഹങ്ങളെ രക്ഷിക്കണമെന്ന്. ഈ ഒരു അവസ്ഥയിലും ഒരുക്കത്തോടെ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കുക ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ മാത്രം ദൈവം നൽകുകയാണ്. അതിന് വിജയോടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഇടവക സമൂഹത്തിന് സ്വർഗീയ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ഒരാളെ കിട്ടുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ക്യാൻസർ എന്ന രോഗത്തിന് ആ രോഗത്തെ ഈ പ്രദേശത്തു നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും മാറ്റി നിർമ്മാണത്തോടും മാധ്യസ്ഥമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഈ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട വൈദികരും വിദ്യയുടെ സഹപാഠികളായ ബഹുമാനപ്പെട്ട ജീവോച്ചും സഹപാഠികളും ഒക്കെ നമ്മളുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് മുൻവികാരന്മാരെ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുക്കുന്ന സമയം നമുക്കും ഭക്തിപൂർവ്വം വിജയ ആത്മാവിന് നിശാന്തി നേരാം. ഈ കുടുംബത്തെ കൂടുതൽ കൃപയിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് അവരുടെ വേദനയോട് ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആശീർവദിക്കണമേ. ഈ ജലകാലത്തിനെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിൽ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിനന്ദനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും പുറത്തേക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം സമാധാനം നമ്മോട് കൂടെയും രാജാവും ജീവനെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നു നീ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മനുഷ്യജീവിതം തുല്യമാകുന്നു. മനുഷ്യരെ സമാധാനം. മണ്ണിൽ നിന്ന് മാതൃതീയ സൃഷ്ടിച്ചവനുമായ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ദിവസങ്ങൾ എത്ര വലുതാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം
ആരാണെന്നവൻ അറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഒഴിപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. സമാധാനമോടുകൂടെ കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാകുകയും ദയാധികാൽ ഉയർത്തുകയും ചെയ്ത കർത്താവേ, നീ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുതുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. അന്തിമ ദിവസമുയർപ്പേനും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യത പുലരുന്നു. ക്ഷയമുള്ളോനക്ഷയനാമം മധ്യതയേവം നല്ല വരത്തു വരം പ്രാവേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മനുഷ്യരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആദരനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് കൃത്യമായി നമ്മളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുന്നില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അതുകൊണ്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാൽ ജീവന്റെ പ്രകടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ പ്രകടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർക്കാവുന്ന അധികാരവും അത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടാൽ കലകയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉറപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉറപ്പിനുമായി പുറത്തു വരും. കുടുംബാംഗങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട വിധിയുടെ മരണത്തിൽ ഏറെ ദുഃഖിതരായിരുന്ന ഷാനി മക്കളായ ചെവി ചെന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ
ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും പേരിൽ ബിജിയുടെ മരണത്തിൽ സങ്കടപ്പെടുന്ന എല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും നേടുകയാണ്. സാജോജനോട് ഒരു ചരമപ്രസംഗം പറയാമെന്ന് പറഞ്ഞപ്പോൾ ഏറെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ ഏറ്റത്. കഴിഞ്ഞ 3.5 വർഷത്തെ പരിചയം എനിക്ക് ബിജിയോടുണ്ട്. ബിജിയുടെ മൃതദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്നത് എന്നതാണ്. അവസാനം ബിജിയുടെ പുഞ്ചിരി മാറി. ചിരിക്കുന്ന നമുക്ക് വല്ലാതെ ബിജിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ഒരുപക്ഷെ ചിന്തിക്കുകയായിരുന്നു. ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമായിരിക്കാം പ്രാർത്ഥിച്ചില്ലാതിരുന്നത്. ജീവിതത്തിൽ വരുന്ന എല്ലാവരെയും ഏറെ സൗമ്യതയോടെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖവുമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്, എതിരേറ്റിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്ന നാളുകളിലൊക്കെ പല അവസരങ്ങളിൽ, പ്രത്യേകിച്ച് രോഗിയായ നാളുകൾ മുതൽ പല അവസരങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രോഗത്തിന്റെ സങ്കടമോ നിരാശയോ ഒരിക്കൽ പോലും ജീവിതമൊക്കെ കണ്ടിട്ടില്ല. എപ്പോഴും നിറഞ്ഞ ബുദ്ധിയോടെ സംതൃപ്തിയോടുകൂടെ തന്നെയാണ് വിധി സംസാരിച്ചിട്ടുള്ളത്. അതൊത്തിരി എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ജീവിതത്തിന്റെ പാതി വഴിയിൽ 48 വയസ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പാതി വഴിയാണ്. ഈ പാതി വഴിയിൽ ഇങ്ങനെ ഒരു സങ്കടകരമായ കാര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പലർക്കും സാധിക്കാറില്ല, ഉൾക്കൊള്ളാനാവാറില്ല. പക്ഷെ എനിക്ക് അതിനെ വളരെ സൗന്ദര്യത്തോടുകൂടെ തന്നെയാണ് സ്വീകരിച്ചതെന്നാണ് ഞാൻ കരുതുക. ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് സംസാരിക്കാൻ വന്നപ്പോഴൊക്കെ ഉള്ളിൽ തുറന്ന് സംസാരിക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് പറയുന്ന ഒരു കാര്യം, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സന്തോഷത്തിലാണ്, എനിക്കൊരു കുഴപ്പവും വരില്ല എന്നാണ് എനിക്ക് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സംസാരിച്ചു കഴിയുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം ആ മുഖത്ത് ഞാൻ കഴിയുന്നു. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുക, പ്രാർത്ഥനയെയും ഉദാസ ജീവിതത്തെയും അത്രയേറെ സ്നേഹിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നു. അതിൻ്റെ സർജറിക്ക് ശേഷം വിശ്രമത്തിലായിരുന്നപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വിധി ജീവിതത്തെ നോക്കിക്കണ്ടത്. ഏതാണ്ട് 1 വർഷത്തിന് ശേഷം പിന്നീട് അല്പം ഗുരുതരാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ അപ്പോഴും പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയത്. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും വന്ന് അല്പം ഗുരുതരമാണ് എന്ന് വിജിക്ക് വ്യക്തമായതിൻ്റെ പേരിൽ വീണ്ടും എന്നെ വിളിച്ചു. ഇവിടെ വന്ന് സംസാരിക്കുകയും സന്തോഷത്തോടുകൂടി രോഗിയുടെ ഒക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് വീണ്ടും പറഞ്ഞ ഒരു കാര്യം, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സന്തോഷത്തിലാണ്. ശാലയെക്കുറിച്ചും മക്കളെക്കുറിച്ചും അമ്മച്ചയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒരുപാട് നാളായി ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഭർത്താവിനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ വിധത്തിൽ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് ഉണ്ടാകുന്നതാണ്. ദൈവത്തിൻ്റെ മധ്യേ മറ്റൊന്നായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു. 2 ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഷാനി എന്നെ വിളിച്ചപ്പോൾ പങ്കുവച്ചിരുന്നു, ഇന്ന്
സ്റ്റെബിയുടെ വിവാഹ ഉറപ്പില് നടത്തിക്കൊണ്ട് വിജിക്ക് അതിൻ്റെ സന്തോഷം ലഭ്യമാകണമെന്ന ആഗ്രഹം, അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതുമാണ്. പക്ഷേ ദൈവനിശ്ചയം നടക്കുന്നതായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ദൈവപദ്ധതിയോട് ചേർത്ത് ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള അത്രയും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വലിയ സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചവരാണ്. വലിയ കൂടുതൽ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും സമർപ്പണവും. 2 വർഷത്തോളം സ്റ്റാനി എന്നോടൊപ്പം കൈകാരനായി. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് സ്റ്റാനിയെ കണ്ടിരുന്നത്. കാരണം ഏത് കാര്യവും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പേരെ ശക്തി സദസ് എന്നത് വിധിയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ദേവാലയത്തോടുള്ള ബന്ധം വളരെ ശക്തമായ രീതിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് വിധി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇടവകയിലെ സൺഡേ സ്കൂളിൽ വേദപാഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അധ്യാപകരെയും കുട്ടികളെയും ഒരുപോലെ ചേർത്ത് നിർത്തി പ്രവർത്തിച്ചപ്പോൾ അതിലൂടെ മികച്ച സൺഡേ സ്കൂളിലുള്ള തലത്തിലേക്ക് ഇടവകയെ വളർത്തി. അതിലൊക്കെ ചുക്കാൻ പിടിച്ചത് വിധിയുടെ കരങ്ങളാണ് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ആൾക്ക് പറയാം. ഏറ്റെടുക്കുന്ന ഏത് ജോലിയിലും ആത്മാർത്ഥതയോടുകൂടി 100% വിശ്വസ്തതാപൂർവ്വം നിർവഹിക്കണമെന്നും ആത്മാർത്ഥതയോടെ ചെയ്യണമെന്നും ഗുരുവിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മിൽ നിന്നും വേർപെട്ടുപോയി യാത്ര ചോദിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലായിരിക്കുക. വിധി ഇടവകയ്ക്കും ഈ നാടിനും കുടുംബത്തിനുമൊക്കെ വലിയ നഷ്ടമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ശബരി കുടുംബത്തിൽ, പ്രത്യേകിച്ചും ഈ കുടുംബത്തെ ശക്തമായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയൻ. വടകരക്കാരി കുടുംബത്തിൽ നിന്നും സ്റ്റാലിയുടെ കൈപിടിച്ച് ഈ ഭരണത്തിലേക്ക് വന്ന നാടുകൾ മുതൽ ഈ ഭരണത്തിന് വേണ്ടി ജീവിച്ച് അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അതുപോലെ സ്നേഹിച്ച, കുടുംബത്തെ സ്നേഹിച്ച ഒരു വ്യക്തി. ഓർക്കുന്നു, ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയും രോഗിദേവനും ഒക്കെ നൽകുമ്പോൾ വിധി സങ്കടത്തോടുകൂടി എന്നോട് പറയുമായിരുന്നു, എൻ്റെ ഈ രോഗാവസ്ഥ, എൻ്റെ കാഠിന്യം, അതിൻ്റെ ഗുരുതരാവസ്ഥ അമ്മയ്ക്ക് അറിയുന്നത്, അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. കാരണം അമ്മയും ഒരു രോഗാവസ്ഥയിൽ ഉള്ള വ്യക്തിയാണ്. തീവ്രത അറിയാവുന്ന ഈ വീട്ടിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാടിനുമൊക്കെ ഒരു പ്രചോദനമായി. എന്നും നമുക്കെല്ലാം സന്തോഷമായി. പക്ഷേ ഈ ഇടപെടൽ പോകുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. ശാലിക്കും മക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും സങ്കടം. പക്ഷേ ദൈവപദ്ധതിയുടെ മുമ്പിൽ ശിരസ് വഹിക്കാനും തമ്പുരാന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനും മാത്രമേ ഞങ്ങൾക്ക് സാധിക്കൂ. കാരണം ഇതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിനും ഇടവകയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നടത്തിയ പ്രാർത്ഥനകൾ, ഈ നടത്തിയ ത്യാഗങ്ങൾ എല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു. കൊടുക്കുന്നത് ജിയുടെ അടുത്ത് വരുമ്പോഴൊക്കെ ജിയുടെ കത്തിൻ്റെ പല സ്ഥലങ്ങളിലും വിജയിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒപ്പം ജിയുടെ കയ്യിൽ എപ്പോഴും ഇടപാടിയും ഉണ്ടായിരുന്നു. കാരണം ലോകത്തിൻ്റെ തീവ്രത കൊണ്ട് രാത്രിയിലും പകലുമൊന്നും ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ
ഈ ബഹുമാന പിടിച്ച് ബഹുമാനിക്ക് അറിയാവുന്ന മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലി ആ ഊരിലൂടെ നടന്നപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാനും തരണം ചെയ്യാനും ഒക്കെയുള്ള ശക്തി അത്രമാത്രം പ്രാർത്ഥനയെ സ്നേഹിച്ചവരാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. നമുക്ക് ഇവിടെ ആയിരിക്കണം വിജയ അറിയാവുന്ന എല്ലാവർക്കും അത് വ്യക്തമാണ്. അതുകൊണ്ട് വിജയുടെ പ്രാർത്ഥനയും ത്യാഗവുമാണ് വിജയെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയതെന്ന് വിശ്വസിക്കുകയാണ്. അത്രമാത്രം ശക്തമായ രീതിയിലാണ് വിജി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കും വിജയെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെക്കണം. ശാഖയ്ക്കും മക്കൾക്കും വില നഷ്ടമാണ് എന്നുള്ളതും നിങ്ങൾക്കറിയാം. നിങ്ങളെയും രംഗത്തിലേക്ക് ചേർത്ത് വിജി പ്രാർത്ഥിക്കുന്നു. ദൈവം വിധിക്ക് അവർ നടത്തിയ ജീവിതത്തിന്റെ പ്രവർത്തനമനുസരിച്ച് അനുഗ്രഹം നൽകിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആദ്യത്തിൽ സങ്കീർത്തനങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെ എന്നും അവരുടെ അനുഗ്രഹമുണ്ടായിരിക്കും. കർത്താവിനെ ഒരുപാട് സ്നേഹിച്ചവരാകുന്നു. ഈ സ്നേഹത്തിനനുസരിച്ച് വിജയെ ശക്തിപ്പെടുത്തുകയും ആത്മാവിന്റെ സംഘടനയെ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും കുടുംബങ്ങളുമൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ തന്നെയാണ്. ദൈവം അതെല്ലാം സ്വീകരിച്ച് കൊടുത്ത് അവിടുന്ന് വാഗ്ദാനത്തിലേക്ക് സ്വർഗത്തിലേക്ക് വിധിയുടെ ആത്മാവിനെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് അവരോട് പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങളെ മറ്റു ഇവരെ സമീപിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പിറന്നു വീഴുന്ന ശിശുവിന് ആദ്യം ലഭിക്കുന്നത് മുലപ്പാലല്ല, സ്നേഹമാണ്. മാതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, പരിസരവർത്തികളായ മറ്റുള്ളവരുടെ സ്നേഹം. ആ സ്നേഹത്തിന്റെ ചൂടും മാധ്യമവും ചുംബനവും ലാലനവും അനുഭവിക്കുന്ന ശിശു ആദ്യം ഭവിക്കുന്നതും സ്നേഹിക്കാനാണ്. പാലോട്ടുന്ന കൈകളെയും കാരാഭാടുന്ന ചുണ്ടുകളെയും ചുംബിക്കുകയും മുഖങ്ങളെയും അതിനു മുമ്പിൽ ഉണർത്തുന്ന വർണ്ണഭൂമിയും വർണ്ണപ്പെടലിൽ അനുഗ്രഹണം ചെയ്യുന്ന നാലുകരവും ശിശുവിന്റെ സ്നേഹം പിടിച്ചെടുക്കും. ശിശു വളരുന്നതോടൊപ്പം സ്നേഹത്തിന് നൽകുക വിഘ്നമാവും. ഇവിടെ നിന്നെല്ലാം സ്നേഹം തിരിച്ചു കിട്ടുമോ? ജീവനുയരും ഞാനാകുന്നു കരയരുദേവം കരുണയോടോടിയായി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ജീവനായ കർത്താവ് ഈ ദിവസം നീതിയോടി എന്നെ അയക്കുമാറാകട്ടെ. വിശ്വസ്തരായ വാഗ്ദാനം ചെയ്യപ്പെട്ട ജ്ഞാനത്തിലേക്ക് ദൈവത്തിന്റെ പ്രവേശിക്കുന്നു. നമ്മുടെ ഭവനത്തിലെയും ശുശ്രൂഷയുടെ ഭാഗങ്ങൾ ചെയ്യുകയാണ്. നമ്മളെ കൂടെ എല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം പള്ളിയിൽ വെച്ചാണ് നടക്കുക. നമുക്ക് ഇന്ത്യക്ക് കൃത്യമായ ഓരോ നിങ്ങളെനിക്ക് വേണ്ടി എല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം പ്രഭുയുടെ നാട്ടിൽ
അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എൻ പ്രിയജനമേ
രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു പാടിടുവാൻ കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു.